എത്രയും ബഹുമാനപ്പെട്ട പോൾ പുളിക്കനച്ചൻ, ഇതിന്റെ ഓഥർ ആയിട്ടുള്ള ഡോക്ടർ ജോൺസൺ തേക്കടിയിലച്ചൻ, മറ്റ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇവിടുത്തെ ലീഡേഴ്സ്, ഇതുപോലെ ഒരു അവസരം ഇവിടെ വരാനായിട്ട് പറ്റിയതിൽ ഉള്ള സന്തോഷം ഏറ്റവും ആദ്യം അറിയിക്കട്ടെ. പ്രത്യേകിച്ചും ജോൺസൺ അച്ഛനെ കുറെ നാളുകളായിട്ട് അറിയാം. ജോൺസൺ അച്ഛന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജോൺസൺ അച്ഛന്റെ പ്രസംഗവും അദ്ദേഹം നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങളൊക്കെ കുറെ നാളുകളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ മദ്രാസിൽ പഠിച്ചവരാണ്. അതായത് ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ കോളേജ് ഞാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനും അവിടെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ട്രൈബൽ മേഖലയിലും ഗോത്ര വർഗങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ മറ്റുള്ള, അതായത് സാധാരണ ആളുകൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ട് പോകാൻ നിങ്ങൾ അവിടെ പഠിക്കുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു ബാക്കിപത്രമാണ് ഇപ്പോഴും ജോൺസൺ അച്ഛനിലെ ആ ഒരു തീപ്പൊരി നമ്മൾ ഇപ്പോഴും അത് കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകൾ അതിൽ നിങ്ങളിപ്പോ ഒരുപാട് പേര് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. സമകാലിക പ്രശ്നങ്ങളെ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടെ തന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ശ്രമം ജോൺസൺ അച്ഛൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, എന്നാണ് ഇപ്പൊ ഞാനിത് കണ്ടത്. ജോൺസൺ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ സമകാലിക പ്രശ്നങ്ങളോടുള്ള ഒരു സംവാദം ആണ് ഇതിനകത്ത് ഉള്ളത്. അത് ഇന്ത്യയുടെ ചരിത്രത്താളുകളും ആര്യന്മാരുടെ കുടിയേറ്റം, മനുസ്മൃതി എന്ന ധർമ്മശാസ്ത്രം, ഇന്ത്യയുടെ വർണ്ണങ്ങൾ, പൈതൃക ഇന്ത്യ, ഇന്ത്യ ഒരു നിശ്ചല സമൂഹം എന്ന് തുടങ്ങി സ്വതന്ത്ര ഇന്ത്യ, വിമോചനത്തിന്റെ വിത്ത് എന്ന രീതിയിൽ ക്രിസ്ത്യാനികള് ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നേട്ടങ്ങളെ ഒക്കെ ഏകദേശം വിശകലനം ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ജോൺസൺ അച്ഛൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ജോൺസണിന്റെ പ്രസംഗങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം എനിക്കറിയാവുന്നിടത്തോളം ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ബിഷപ്പ് കമ്മീഷണറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോ അച്ഛൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ബിഷപ്പ് കമ്മീഷണറി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മാത്രമല്ല മലബാർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിന്റെ ഒരു ബിഷപ്പ് കമ്മീഷണറി ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടി. അതുകൊണ്ട് അച്ഛന്റെ ആ വളർച്ചയിൽ, അച്ഛന്റെ ഉയർച്ചയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. ഈ യാത്ര നമ്മുടെ പിതാക്കന്മാരായിട്ട് തുടങ്ങി. ആ പിതാക്കന്മാര് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു യാത്ര, അത് പലപ്പോഴും പലരും അത് കണ്ണടച്ച് ഇരുട്ടാക്കി കാണാത്ത രീതിയിൽ വെക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണടച്ച് വെച്ചിരിക്കുന്ന, കാണാൻ താല്പര്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടത്തെ സ്വാതന്ത്ര്യത്തിനും ഇവിടത്തെ വിമോചനത്തിനും ക്രിസ്ത്യാനികൾ കൊടുത്തിരിക്കുന്ന നേട്ടങ്ങൾ അത്രമാത്രം ഉണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകം കൂടിയിട്ടായിരിക്കും ഇതുണ്ടാവുക. ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു ഗസ് ഞാൻ അതായിരിക്കും ഇത് ചെയ്യാം. ഒരുപക്ഷെ ഇതിന് ശേഷം ജോൺസൺ അച്ഛൻ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും ഒരുപക്ഷെ പറയുന്നതായിരിക്കും വിശദീകരിച്ച്. ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല, പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വായന ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടം വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ബുദ്ധിമുട്ടുമുള്ള ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങി പോകുന്ന അവസരങ്ങളിൽ സ്വാതന്ത്ര്യം അത്രമാത്രം, റിലീജിയസ് സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം അത് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഉൾപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ കന്യാസിമാരായാലും ശരി, അച്ഛന്മാരായാലും ശരി, അവരുടെ ഡ്രസ് ഇട്ട് പോകുന്നത്, ഓരോരുത്തരും ഇപ്പൊ ബൈബിള് കയ്യിൽ പിടിച്ചു പോകുന്നതൊക്കെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ നിർബന്ധ മതപരിവർത്തന കാരണമാകും എന്ന് വരെ വ്യാഖ്യാനിക്കാൻ കെൽപ്പുള്ള നിയമങ്ങള്
നിർമ്മിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അതിവിടെ മാത്രമല്ല, പ്രത്യേകിച്ചും ഔട്ട്സൈഡ്, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലൊക്കെ ഞാൻ നിത്യം പോകുന്ന ഒരു വ്യക്തിയാണ്. ഇറാഖിലാണ് എന്റെ സഭയുടെ ആസ്ഥാനം, എർബില്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് കാണാം. അവിടെയൊക്കെ 2015-ലും 2018-ലും ഒക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ സുഡാനിൽ നടക്കുന്നതൊക്കെ നമുക്കറിയാം. അതിനേക്കാൾ അക്രമമായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും പുറത്തു പറയാനായിട്ട് ആരും ധൈര്യം കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയൊക്കെ ചില വേറിട്ട ശബ്ദങ്ങളായിട്ടാണ് ഇതുപോലെയുള്ള ബുക്കുകളൊക്കെ വരുന്നത്. അങ്ങനെ ഒരു വേറിട്ട ശബ്ദമായിട്ട് ഈ ബുക്കും വരട്ടെ. മാത്രമല്ല, കൂടുതൽ പ്രചോദനപ്രദമായ ബുക്കുകൾ എഴുതാനും സ്റ്റഡി പഠനങ്ങൾ നടത്താനും അച്ഛന് കഴിയട്ടെ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം പഠനം നടത്തി വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടെ പ്രസന്റ് ചെയ്യാനുള്ള പ്രത്യേക ഒരു കഴിവ് ജോൺസൺ അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ എക്യുമെനിക്കൽ ഫീൽഡിൽ ഇപ്പം കേരളത്തില് ഇന്റർ ചർച്ച് കൗൺസിലിന്റെ എക്യുമെനിക്കൽ രംഗത്ത് ഇന്റർ ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലഞ്ചേരി പിതാവ് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ യൂണിറ്റി ഒക്ടേവ്, അതൊക്കെ ഒരുമിച്ച് ക്രിസ്ത്യാനികളൊക്കെ കൂടെ ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം KCCയുടെ നേതൃത്വത്തിലും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ നേതൃത്വത്തിലും എല്ലാ ചർച്ചസിന്റെയും എക്യുമെനിക്കൽ വിങ്ങിന്റെ നേതൃത്വത്തിലും ഒരുമിച്ച് നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തേണ്ടത്. അതിന്റെ ഗുണം നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ വരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ, എത്രയധികം ആദരവോടുകൂടെ, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ റവറൻഡ് ഡോക്ടർ ജോൺസൺ തേക്കടയിൽ ബിഷപ്പ് കമ്മീഷണറി അച്ഛന്റെ സ്വതന്ത്ര ഇന്ത്യ വിമോചനത്തിന്റെ വിത്ത് എന്ന ഈ ബുക്ക് ഔപചാരികമായിട്ട് ഇന്ന് റിലീസ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.